ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പുതിയ ചാപ്റ്ററാണ്, ലീഡർഷിപ്പിനെ പറ്റിയിട്ടാണ്. എന്താണെന്നറിയാം ലീഡർഷിപ്പ് എന്നാണ്? ലീഡ് ചെയ്യുക, ലീഡ് എ ഗുഡ് ലീഡർ എന്ന് പറഞ്ഞ ആളാണ് ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ്, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എന്നല്ല, അപ്പോൾ നമ്മളിപ്പോൾ ഓർഗനൈസേഷനെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്നതുകൊണ്ടാണ് ഈ ഓർഗനൈസേഷനെ പറ്റി പറയുന്നത്. ഒരു ഗുഡ് ലീഡറാണ് അവരെ ലീഡ് ചെയ്യുക. നല്ലൊരു ലീഡറിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ നമ്മളെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് ഗുഡ് ലീഡ് ചെയ്ത് പോവുകയാണെങ്കിലാണ് നമുക്കൊരു എന്താ പറയുക, അവരുടെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു തൃപ്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു എസെൻഷ്യൽ ഒരു ഫാക്ടറാണ് എന്തെന്ന് പറഞ്ഞത്, ഒരു ഓർഗനൈസേഷൻ ഒരു എസെൻഷ്യൽ ഫാക്ടർ തന്നെയാണ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞത്. It is a process of influencing behavior of others to work willingly and enthusiastically for achieving predetermined goals. അതായത് അവരെ കൊണ്ടത് ചെയ്യിപ്പിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ, അതായത് അവരെ എന്താ പറയുക, ഗോൾസ് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് അവരെ അത് അവർക്ക് പ്രോപ്പർലി നടക്കാൻ വേണ്ടി ഇതിനെ പറയുന്നതാണ് എന്താണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഒരു നല്ല ഗുഡ് ടീമിൻ്റെ ഒപ്പമാണ് വർക്ക് ചെയ്തതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൻ്റെ അതിന് പറയണതാണ് എന്തെന്നാണ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് തെറി ഡിഫൈൻ ചെയ്തേക്കണേ. ലീഡർഷിപ്പ് ഈസ് എ ആക്ടിവിറ്റി ഇൻഫ്ലുവൻസിങ് പീപ്പിൾ ടു സ്റ്റേ വില്ലിങ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റീവ്. കുറേ ഒരു ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്റ്റീവ്, അതായത് ഒരു കൂട്ടം ഒബ്ജക്റ്റീവ്സ്, കുറേ ഉള്ള ഒബ്ജക്റ്റീവ്സ് എന്താണ് മറ്റുള്ളവരുടെ പ്രേരണത്താൽ എന്താ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അത് നല്ല രീതിയിൽ അവർ പറഞ്ഞ അനുസരിച്ചിട്ട് അതുപോലെ ചെയ്യുന്നത് എന്നെ പറയുന്നതാണ് എന്തെന്ന് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നല്ലൊരു ഗുഡ് ലീഡറാണെങ്കിൽ തന്നെയാണ് എന്തെന്നാണ് അതിന് സക്സസ്ഫുൾ ആവുള്ളൂ. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെ പറയാം. ലീഡർഷിപ്പ് ഈസ് എ പേഴ്സണൽ ക്വാളിറ്റി ഓഫ് എ ബിഹേവിയർ ആൻഡ് ക്യാരക്ടർ ഇൻ മാൻ വിച്ച് ഹെൽപ്പ് ടു എക്സസൈസ് ഇൻ പേഴ്സണൽ ഇൻഫ്ലുവൻസ് ഓഫ് ഇൻഡിവിജ്വൽസ്. അതായത് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു പേഴ്സണൽ ക്വാളിറ്റിയാണ്. നമ്മളിനി ക്വാളിറ്റീസ് പറയും ഓഫ് എ ബിഹേവിയർ ആൻഡ് ക്യാരക്ടർ ഇൻ എ മാൻ. ഒരു നല്ലൊരു ഗുഡ് ബിഹേവിയറും അതേപോലെ തന്നെ ഒരു നല്ലൊരു ക്യാരക്ടറാണ് ഒരു മാനിനെ വെച്ചിട്ട് വിച്ച് ഹെൽപ്പ് ടു എക്സസൈസ് പേഴ്സണൽ ഇൻഫ്ലുവൻസ് ഓഫ് ഇൻഡിവിജ്വൽ. മറ്റുള്ളവരുടെ പ്രേരണത്താൽ എന്താണ് നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയൊരു ഇതാണെന്നാണ് ഇത് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. It is a reciprocal relationship between leader and follower. A leader does not only influence their behavior but also influenced by them. അതായത് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞത് റെസിപ്രോക്കൽ, വേറെ തിരിച്ച് തന്നെയാണ്. രണ്ടും ഒരേപോലെ തന്നെ വേണം. ലീഡേഴ്സും സബോർഡിനേറ്റും ഒരേപോലെ തന്നെ വേണം. അതേപോലെ തന്നെ ഒരു ലീഡറിന് ഒരിക്കലും എന്താ പറയുക ലീഡർഷിപ്പിന് ഇൻഫ്ലുവൻസ്, പക്ഷേ അദ്ദേഹത്തിന് കുറേ കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡഡ് തന്നെയാണ്. പിന്നെ ലീഡർഷിപ്പ് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നു അവർക്ക് ഗോൾസ് അച്ചീവ് ചെയ്യാൻ. കാരണം നന്നായി ലീഡ് ചെയ്യുകയാണ് അവരെ. ഒരു ലീഡർഷിപ്പ് ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, അവരെ നേതൃത്വം വഹിക്കുകയാണ്, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്, അവരെ കൊണ്ട് നേതൃത്വം വഹിച്ചിട്ട് അവർ ചെയ്യിപ്പിക്കുകയാണ് നല്ലത് രീതിയിലേക്ക് കാര്യങ്ങൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഗൈഡിങ്, ഡയറക്റ്റിംഗ്, ഇൻഫ്ലുവൻസിങ് ദ പീപ്പിൾ ടു ദെയർ ബെസ്റ്റ് ഫോർ അറ്റൈൻ സ്പെസിഫിക് ഗോൾസ്. അവരെന്താ ചെയ്യണത്, ഗൈഡ് ചെയ്യുക, അതേപോലെ അവർ നല്ല നേരെയായിട്ട് നിർദ്ദേശത്തിന് നയിക്കുക, അതേപോലെ മറ്റുള്ളവർ സ്വാധീനിക്കുക, അങ്ങനത്തെയൊക്കെയാണ് എന്തിനു വേണ്ടിയിട്ട്, ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി. പിന്നെ ലീഡർഷിപ്പ് ഈസ് റിലേറ്റഡ് പർട്ടിക്കുലർ സിറ്റുവേഷൻ ഗിവൺ പോയിന്റ് ഓഫ് ടൈം അണ്ടർ ദ സ്പെസിഫിക് സെറ്റ് ഓഫ് സർക്കംസ്റ്റാൻസ്. അത് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനൊക്കെ ഹാൻഡിൽ ചെയ്യണതാണ് എന്തെന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പിനെ പറ്റിയിട്ട്. അതായത് ഒരു ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഒരു എന്താ പറയുക ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ വരികയാണ്. അതായത് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവിടെ പ്രോപ്പർ ടൈം എടുത്തിട്ട് അത് എന്താ പറയുക കൃത്യമായിട്ട് നല്ല രീതിയിലേക്ക് നയിക്കുന്നതാണ് എന്തെന്ന് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ. ഷെയറിങ് ഇൻട്രസ്റ്റ് ബിറ്റ്വീൻ ലീഡേഴ്സ് ആൻഡ് ഇറ്റ്സ് ഫോളോ. അതേപോലെ തന്നെ ലീഡേഴ്സിന് അറിയുന്ന കാര്യങ്ങൾ അവരായിട്ട് ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ അവർക്കറിയുന്ന കാര്യം. അപ്പോൾ അതൊരു ഷെയറിങ് പ്രോസസ്സാണ് എന്താണെന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇനി ലീഡർഷിപ്പിനെ സംബന്ധിച്ചോളം ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലീഡർഷിപ്പ് ട്രൈറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ലീഡേഴ്സിൻ്റെ ക്വാളിറ്റി. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രവർത്തനം, അവരെ സ്വയം മനസ്സാലെ ഒരു ചെയ്യുന്നതിൻ്റെ പ്രവർത്തനമാണല്ലോ ലീഡർഷിപ്പ്. അതിന് രണ്ട് രീതിയിലുള്ള ക്വാളിറ്റീസ് ഉണ്ട്. ഒന്ന് പേഴ്സണൽ ആയിട്ടുള്ള ട്രേറ്റ്സും ഉണ്ട്, അല്ലെങ്കിൽ മാനേജറിയൽ ട്രേറ്റ്സ് ഉണ്ട്. അതിന് രണ്ട് രീതിയിലാണ്. ഈ പേഴ്സണൽ ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻസ്.
ലീഡർ ഷുഡ് ഹാവ് ഇറ്റ് നോളേജ് ആൻഡ് ഇൻ്റലിജൻസ്. അതായത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും അതിനെ പറ്റിയിട്ട് അറിവുണ്ടെങ്കിലല്ലേ, അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിലല്ലേ മറ്റുള്ളവരോട് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഞാൻ വലിയ ലീഡറാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ആ ആൾക്ക് എന്ത് വേണം? നോളേജ് വേണം. അതാണ് ഇൻ്റലിജൻസ്, കഴിവ് വേണം, അല്ലെങ്കിൽ നോളേജ് വേണം. സക്സസ്ഫുൾ ലീഡർ ഷുഡ് ഹാവ് ആവറേജ് നോളേജ് ആൻഡ് ഇൻ്റലിജൻസ്. ആ ആൾക്ക് മറ്റുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യാനും അതേപോലെ ആ കാര്യത്തിനെ പറ്റിയിട്ടും നല്ല രീതിയിലുള്ള അറിവുണ്ടാവണം. എന്നാലാണ് അതിൻ്റെ ഒപ്പമുള്ള സബോർഡിനേറ്റ്സിനോട് അദ്ദേഹത്തിന് ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇൻ്റലിജൽ കപ്പാസിറ്റി. Elite should have mental ability to think, personally, analyze and interpret accurately, clearly and consequently about the problem related to the organization. അതേപോലെ തന്നെ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം ആ ലീഡറിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ഭാവിയിൽ വരുന്ന കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാനും കഴിവാണ്. അതേപോലെ തന്നെ ആ കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ, അതൊന്ന് വിലയിരുത്താനും, അതേപോലെ തന്നെ എന്തെങ്കിലും വിമർശനവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ആക്യുറേറ്റ്ലി ആയിട്ട് പറയാനും, അതേപോലെ ക്ലിയർലി ആൻഡ് കോൺസിക്വൻ്റ്ലി പ്രോബ്ലം റിലേറ്റഡ് ഒരു ഓർഗനൈസേഷനിലെ പ്രോബ്ലം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനുള്ള കഴിവും എന്ത് പറഞ്ഞാൽ ഒരു ലീഡറിന് സംബന്ധിച്ചോളം വേണം, അല്ലേ? എന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അത് തരണം ചെയ്യാനുള്ള കഴിവ് ആർക്ക് വേണം? ലീഡറിന് വേണം. അതൊരു പേഴ്സണൽ ക്വാളിറ്റിയുടെ ഇതാണ്. സെൽഫ് കോൺഫിഡൻസ്, ഇത് സ്ട്രോങ് ആവണം, അല്ലേ? പേടിത്തൊണ്ടന്മാരായ ലീഡറാവാൻ പറ്റില്ല. കാരണം ആ ആളെ വിശ്വസിച്ചിട്ടാവും അതിൻ്റെ അണ്ടറിൽ കുറേ ആൾക്കാർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ വ്യക്തി എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ്, ഒരു കോൺഫിഡൻ്റ് ആയ വ്യക്തി ആവണം. അതാണ് സെൽഫ് കോൺഫിഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർസൈറ്റ് ആൻഡ് വിഷൻ, ഭാവി മുൻകൂട്ടി കാണാനുള്ള കഴിവ് വേണം. അതായത് അതായത് ഫ്യൂച്ചർ കാണാനുള്ള ഒരു എന്താ പറയുക എബിലിറ്റി അവർക്ക് വേണം. ഷുഡ് ഹാവ് ഇമാജിനിങ് വിഷ്വലൈസ് അബൌട്ട് ദ ട്രെൻഡ്സ് ആൻഡ് കാപ്പബിലിറ്റി ടു ലുക്ക്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്നാണ് പ്രസൻറ്റിലെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടും ഭാവിയിൽ ഇങ്ങനെ വരും, ഭാവിയിലത്തെ മാറ്റങ്ങൾ ഇങ്ങനെ ആവും എന്നൊക്കെ ഇല്ലേ? നമ്മൾ തന്നെ പറയണം ഇനി ഭാവിയിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആവൂട്ടാ, അങ്ങനെയൊക്കെ ഇനി സംഭവിക്കും, ഇനി ചിലപ്പോൾ അങ്ങനത്തെ ഒരു കഴിവ് ആ ആൾക്കും വേണം. അതാണ് ഫോർസൈറ്റ് ആൻഡ് വിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനീഷ്യേറ്റീവ് actions proper. He able to develop new ideas. He should be ample initiative and create ability so secure the cooperation of subordinate. ഇനീഷ്യേറ്റീവ് എടുക്കണം എന്നുള്ളതാണ്. മുൻകൈ എടുത്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം, അതാണ് ഇനീഷ്യേറ്റീവ്. അല്ലെങ്കിൽ എല്ലാത്തൊന്നും ഊരി പോകാൻ പാടില്ല. ആ വ്യക്തി എന്താണ് ഇനീഷ്യേറ്റീവായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് അവിടെ എന്തായാലും വേണം, എടുത്ത് അതാവണം. സ്യൂട്ടബിൾ ആക്ഷൻസ് പ്രോപ്പർ ടൈമിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇന്നതാ പ്രശ്നം, അത് പ്രോപ്പറായിട്ട് ഒഴിഞ്ഞു മാറാണ്ട കാര്യം എന്താണെന്ന് വിലയിരുത്തി അതിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ ഐഡിയാസ് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണ് വേണ്ടത്. യു ഷുഡ് ഏബിൾ ഇനീഷ്യേറ്റ് ആൻഡ് ക്രിയേറ്റ് എബിലിറ്റീസ്. എങ്ങനെ സബോർഡിനേറ്റേഴ്സിനെ കോപ്പറേഷനെ വെച്ചിട്ട് അദ്ദേഹം ആ കാര്യങ്ങൾ മുൻകൂട്ടി കാര്യങ്ങൾ ഒഴിഞ്ഞു മാറാണ്ട് മറ്റുള്ളവരുടെ തലയ്ക്കിടാണ്ട് അദ്ദേഹം കാര്യങ്ങൾ കൃത്യമായിട്ട് മുൻകൈ എടുത്തിട്ട് ചെയ്യുകയാണ് വേണ്ടത്. സൗണ്ട് ഫിസിക്കൽ എന്ന് പറഞ്ഞത് മെൻ്റലി സ്ട്രോങ് ആവണം, ഫിസിക്കലി സ്ട്രോങ് ആവണം. അതാണ് സൗണ്ട് ഫിസിക് എന്ന് പറഞ്ഞത്. അതായത് ബി സ്ട്രോങ്, ഒരു നല്ലൊരു എന്താ പറയുക, സൗണ്ട് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഈസ് എസെൻഷ്യൽ ടു ബിയർ ദ ബേർഡൻ ഓഫ് ലീഡർഷിപ്പ്. അതായത് സൗണ്ട് ആൻഡ് ഫിസിക്കൽ മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ആൾക്ക് നല്ല ധൈര്യമാണ്. അതായത് ഫിസിക്കലി ഏബിളായ പേഴ്സൺസ് ആയിരിക്കണം ലീഡർഷിപ്പിന് വേണം. അതായത് ഒന്നടിച്ചാൽ വീഴണ ആളാവരുതെന്നാണ് പറയാനുള്ളത്. അതാണ് ഇപ്പോൾ പറയാനുള്ള ഒരു എക്സാമ്പിൾ എന്നുള്ളത്. അതായത് ബി സ്ട്രോങ് ആയിരിക്കണം, ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും ബി സ്ട്രോങ് ആവണം. ഡൈനാമിക് പേഴ്സണാലിറ്റി, അതായത് എ ലീഡർ ഷുഡ് പോസസ് ചാർമിങ് ആൻഡ് ചിയർഫുൾ പേഴ്സണാലിറ്റി. ഹി ഷുഡ് ബി കോൺവെർസേഷൻ എബിലിറ്റി ആൻഡ് ഡീസൻറ്റ് ബിഹേവിയർ. അതായത് ഡൈനാമിക് പേഴ്സണാലിറ്റി, അതായത് ഒരു ലീഡറിനെ സംബന്ധിച്ച് ഒരു കളക്ടർ എടുക്കുകയാണെന്ന് വയ്ക്കും. ആ കളക്ടർമാർക്ക് അവർക്ക് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ് കാര്യങ്ങളൊക്കെ കൊടുക്കും. അതായത് എന്ന് വെച്ചാൽ എന്താ പറയുക, ഒരു നല്ല പേഴ്സണാലിറ്റി എന്നൊക്കെ പറയില്ലേ കളക്ടർമാരാണെന്ന് വെച്ചാൽ നല്ല പേഴ്സണാലിറ്റി ലുക്കേ ആവും. അതേപോലെ അവർ നന്നായിട്ട് അവരെ സംസാരിക്കേണ്ട രീതി, അത് എന്ന് വെച്ചാൽ ലൂസ് ടോക്ക് ഉണ്ടാവില്ല അവർ സംസാരിച്ചോളം. അതേപോലെ തന്നെയാണ് ഒരു ലീഡറിനെ സംബന്ധിച്ചുള്ള അവരൊരു ലൂസ് ടോക്കിന് പോകരുത്.
അവരുടെ സംസാരം വേസ്റ്റാക്കി കളയാനും പാടില്ല. അതേപോലെ തന്നെ നന്നായി ഡീസൻ്റായി വേണം. ഒരു പേഴ്സണാലിറ്റി വേണം. നമ്മൾ പറയില്ലേ എന്തൊരു പേഴ്സണാലിറ്റി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു വ്യക്തി ആവണം എന്തെന്ന് പറഞ്ഞാൽ ലീഡർ എന്ന് പറയുന്നത്. അതേപോലെ ഒബ്ജക്റ്റിവിറ്റി. A good leader should fair and objectivity in dealing with subordinate. He must be free from bias and personal prejudice. അതായത് ലീഡറിനെ സംബന്ധിച്ചോളം ഒരാളെ എന്താ പറയുക, താരതമ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഒരാൾക്കും കൂടുതൽ കൺസിഡറേഷനും കൊടുക്കാൻ പാടില്ല. എല്ലാവരും ഈക്വലി ആയിട്ട് തന്നെ കൊണ്ടുപോകണം. അതാണ് ഒബ്ജക്റ്റിവിറ്റി കൊണ്ടുപോകണം. എല്ലാവർക്കും ഫെയർ ആയിട്ട് തന്നെ വേണം. അവിടെ 5 പേരുണ്ടെങ്കിൽ 5 പേർക്കും ഒരേ നിയമം തന്നെ ആവണം. ഫെയർ ആയിട്ട് തന്നെ പോകണം. വേണ്ട വേറെ നിയമങ്ങളൊന്നും പാടില്ല. അതാണ് ഒബ്ജക്റ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എംപതി. ദ ലീഡർ മസ്റ്റ് എബിലിറ്റി ടു സീ തിങ്സ് ഫ്രം അതേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. മറ്റുള്ളവരുടെ കാഴ്ചപ്പാട്ടിലൂടെ ചിന്തിക്കാൻ വേണം കഴിവ്. അതായത് ഒരു സിമ്പതിൻ്റെ എംപതി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എന്താ വെച്ചാൽ മറ്റുള്ളവരുടെ വിഷമത്തിൽ ഉൾക്കൊള്ളിച്ചിരുന്നാലാണ് സിമ്പതി. എംപതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടും കൂടി അടുക്കണം. അല്ലാണ്ട് ഞാൻ തന്നെ ശരി എന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ പാടില്ല. മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് ഇങ്ങനെ ഓർഗനൈസേഷൻ ആവാം, സബോർഡിനേറ്റ്സ് ആവാം, അങ്ങനെ എന്ത് വേണമെങ്കിലും അവരുടെ വ്യൂ പോയിന്റിലും കൂടി ചിന്തിക്കണം എന്നാണ് ലീഡറിൻ്റെ ഇത് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി ഇറ്റ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. എന്താ റെസ്പോൺസിബിൾ അല്ലേ. എപ്പോഴും ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിൾ പേഴ്സൺ ആയിരിക്കണം. എല്ലാ ഉത്തരവാദിത്തങ്ങളും അയാൾക്ക് മാറാൻ പാടില്ല. വില്ലിങ് ടു അസ്യൂം റെസ്പോൺസിബിലിറ്റി ഓഫ് കോൺസിക്വൻസസ്. വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ആ കാര്യത്തിന് എപ്പോഴും ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആയിട്ട് തന്നെ ഇരിക്കണം ആര് ലീഡർ എന്ന് പറഞ്ഞത്. ഇമോഷണൽ സ്റ്റെബിലിറ്റി. ലീഡർ ഷുഡ് ഹാവ് ബാലൻസ് ഇൻ ടെമ്പർമെൻറ്റ് ആൻഡ് ഇമോഷൻ. ഹി ഹാവ് ടു ഓവർകം ഓർ മോഡീസ് ഇൻകൺസിസ്റ്റൻസി ആൻഡ് ഡിസപ്പോയിൻമെൻറ്റ്. അതായത് അവരുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഇമോഷണലി സ്റ്റേബിൾ ആവണം. ഒന്ന് തൊട്ടതിനെ കരയാനോ അല്ലെങ്കിൽ ഒന്നിനും ഡിസപ്പോയിൻറ്റഡ് ആവില്ല. എന്താണ് അടുത്ത വഴി എന്ന് ചിന്തിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടാവണം. അതാണ് ഇമോഷണൽ സ്റ്റെബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എബിലിറ്റി ടു ഡീൽ പ്രോബ്ലംസ് സബോർഡിനേറ്റ് ടാക്റ്റ്ഫുള്ളി. അതായത് സബോർഡിനേറ്റ്സിൻ്റെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് അതിനനുസരിച്ചിട്ട് കൊടുക്കണം. അതായത് ട്രൂഫുള്ളി ആയിട്ട്, അതായത് സത്യസന്ധമായിട്ടുള്ള രീതിയിൽ വേണം അവരെ ട്രീറ്റ് ചെയ്യുക. അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ, അവരുടെ പ്രോബ്ലംസ് പറയുമ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. ഷുഡ് ബി ടു ഡീൽ പ്രോബ്ലംസ് അവർ ടാക്റ്റ്ഫുള്ളി. സത്യസന്ധമായിട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞു അവരെ എല്ലാം ഒരുമിച്ച് തന്നെ കൊണ്ടുപോകണം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാക്റ്റ്ഫുള്ളി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മാനേജറിയൽ ട്രെയ്റ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ പേഴ്സണലി കാര്യങ്ങളാണ്. ആ വ്യക്തിക്ക് ഇങ്ങനെ ആവണം, ആ പേഴ്സണലി അയാൾ ഫിറ്റ് ആവണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി മാനേജറിയലായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞത് ടെക്നിക്കൽ നോളജ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ലീഡറിന് പറഞ്ഞാൽ ആ ലീഡർ ഇപ്പോൾ കമ്പ്യൂട്ടറിനെ പറ്റിയിട്ട് അറിയേണ്ടി വരും, ഓർഗനൈസേഷനെ പറ്റിയിട്ട് അറിയേണ്ടി വരും, അവിടുത്തെ മെറ്റീരിയൽസിനെ പറ്റിയിട്ട് അറിയേണ്ടി വരും, അവിടുത്തെ അക്കൗണ്ട് സെക്ഷനെ പറ്റിയിട്ട് അറിയാം. അങ്ങനെ ഒരുവിധം എല്ലാം ടെക്നിക്കലി ആയിട്ടുള്ള നോളജ് ആ വ്യക്തിക്ക് വേണം. ലീഡർ ഷുഡ് പ്രൊസസ് ടെക്നോളജി നോളജ് ടു അണ്ടർടേക്ക് ദ ആക്ടിവിറ്റി ഓഫ് ബിസിനസ് എൻ്റർപ്രൈസ്. ഇറ്റ് വിൽ ബി എനേബിൾ ഹിം ടു ടേക്ക് എ ഡിസിഷൻ അറ്റ് റൈറ്റ് ടൈം ആൻഡ് റൈറ്റ് പ്ലേസ്. അതായത് എന്നാൽ മാത്രമാണ് അദ്ദേഹത്തിന് റൈറ്റ് ടൈമിൽ റൈറ്റ് ഡിസിഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ടെക്നോളജിക്കൽ നോളജ്, അതായത് ടെക്നിക്കൽ നോളജ് ആ കാര്യത്തിനെ പറ്റിയിട്ട് എന്താണോ എടുക്കുന്ന ആ കാര്യത്തിനെ പറ്റിയിട്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടാവുക. ആ വിവരം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. ഇനി organization ability. It should be able to coordinate the effort of others to achieve objective. It should have capability for bringing together material and human resources as in best possible manners. Organization ability എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെല്ലാവരും കൂട്ടിപ്പിടിച്ചിട്ട് ഒരുമിച്ച് കൊണ്ട് നടത്തണം. അവിടുത്തെ മെന്നാണെങ്കിലും മെറ്റീരിയൽ ആവണമെങ്കിലും അതിനെല്ലാം ഹ്യൂമൻ എന്താവണമെങ്കിലും ആ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കൊണ്ടേ പ്രോപ്പർ രീതിയിൽ തന്നെ കൊണ്ടുപോയാലാണ് എന്തെന്നാണ് കോർഡിനേഷനിൽ ആയാലാണ് എന്തെന്നാണ് ഓർഗനൈസേഷൻ എബിലിറ്റി. അതാണ് ഓർഗനൈസേഷൻ എബിലിറ്റി. അതായത് ഒരു ലീഡറിൻ്റെ കടമ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോയി നടത്തണം എന്നാണ്. Ability to deal with the peoples. A leader function manage people. The leader should have insight the psychology problem of human relationship with aptitude, emotion, abilities and interests etc. അതായത് പീപ്പിൾസ്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള വർക്കേഴ്സ് അവരുടെ വിഷമങ്ങളും അവരുടെ പ്രയാസങ്ങളും എന്താണെന്ന് കണ്ടറിഞ്ഞിട്ട് അതനുസരിച്ചിട്ട് ചെയ്യണം. അതാണ് ആ മറ്റുള്ളവരുടെ കാര്യങ്ങളും കൂടി അദ്ദേഹം കൺസിഡർ ചെയ്യണം. അതാണ് എബിലിറ്റി ടു ഡീൽ വിത്ത് പീപ്പിൾ എന്ന് പറയുന്നത്. അവരുടെ ഇമോഷൻസ് ആവാം, അല്ലെങ്കിൽ അവരുടെ എബിലിറ്റീസ്, ചിലപ്പോൾ അവരുടെ സാലറി ആവാം, ചിലപ്പോൾ അവരുടെ വർക്കിംഗ് കണ്ടീഷൻ ആവും. ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അദ്ദേഹം
മാനേജ് ചെയ്യണം. അതാണ് ഒരു ഇതൊക്കെയാണ് എന്തെന്ന് പറഞ്ഞത് നമ്മുടെ പേഴ്സണൽ ട്രേറ്റ്. ആ വ്യക്തിയുടെ കാര്യങ്ങളും മാനേജീരിയൽ എന്ന് പറഞ്ഞത് അദ്ദേഹം മാനേജിനോട് എങ്ങനെയാണ് സബോർഡിനേറ്റിനോട് ഡീൽ ചെയ്യേണ്ടതും കാര്യങ്ങളൊക്കെ. അതാണ് മാനേജീരിയൽ ട്രേറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഇതുകൊണ്ടുള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? വിത്തൗട്ട് എ ഗുഡ് ലീഡർ ഓർഗനൈസേഷൻ cannot function efficiently and effectively. അതായത് ഒരു ഓർഗനൈസേഷന് ലീഡർ ഇല്ലാണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഒരു ലീഡറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഓർഗനൈസേഷൻ പോകുന്നത്. സോ വിത്തൗട്ട് ലീഡർ ഓർഗനൈസേഷൻ cannot function effectively. അതെ, ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യാൻ അല്ലേ, ഒരാൾ നാഥനുണ്ടെങ്കിലല്ലേ അതിലൊരു പേടിയും കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞത് അല്ലെങ്കിൽ അതൊന്നും വർക്ക് ചെയ്യാൻ പ്രോപ്പറായിട്ട് നടക്കില്ല. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മോട്ടിവേറ്റിംഗ് എംപ്ലോയീസ്, അതായത് മറ്റുള്ളവരെ പ്രചോദനം നൽകുക. എന്നാലാണ് അവർക്ക് ഉണ്ടാവുക, അതിലേക്കൊരു പ്രചോദനം നൽകുക, അവർക്കൊരു ഹാപ്പിയാവും. അതുപോലെ അവർക്ക് ഹൈ മോട്ടിവേഷൻ കിട്ടുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും. സോ അപ്പോൾ എക്സസൈസിങ് ദ ലീഡർഷിപ്പ് മോട്ടിവേറ്റ് എംപ്ലോയ് ഫോർ ഹൈ പെർഫോമൻസ്. നല്ല പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. എ ലീഡർ കോർഡിനേറ്റ് ദ എഫേർട്ട് ഓഫ് എംപ്ലോയി എഫിറ്റി ടു ഗെറ്റ് ഹയസ്റ്റ് പ്രൊഡക്റ്റ് വിത്ത് മിനിമം ഹ്യൂമൻ കോസ്റ്റ്. അച്ചീവ് ബെസ്റ്റ് പെർഫോമർ വർക്ക് കീപ് സക്സസ്ഫുൾ ആൻഡ് എഫക്റ്റീവ് ലീഡർഷിപ്പ്. അതായത് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, അതായത് അവരെ പരമാവധി ഉപയോഗിക്കുക. എന്നുവെച്ചാൽ ഫുള്ള് അങ്ങനെ പരമാവധി ഉപയോഗിക്കാനല്ല, അവർക്ക് വേണ്ട മോട്ടിവേഷൻ കൊടുത്തിട്ട് അവരിതിലേക്ക് കൂട്ടിച്ചേർക്കുക. അങ്ങനെ ഇവരെ കൂട്ടിച്ചേർക്കുമ്പോൾ ഉണ്ടാവുക, അവർ നല്ല സ്ഥലമായിട്ട് പണിയെടുക്കുക. പക്ഷേ മിനിമം ലേബർ കോസ്റ്റ്, അതായത് ഹ്യൂമൻ്റെ കോസ്റ്റ് കുറച്ചിട്ട് അവരെ കൊണ്ട് നല്ല രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്തിട്ട് അവരെ സഹകരിപ്പിച്ചിട്ട് അവരെ ഒന്ന് ട്രെയിൻ ചെയ്തിട്ട് അവരെ ബെറ്റർ പെർഫോമൻസ് ആകുമ്പോൾ ഉണ്ടാവുക, ആ ഓർഗനൈസേഷനിൽ പ്രൊഡക്ടിവിറ്റി കൂട്ടും. ക്രിയേറ്റിംഗ് കോൺഫിഡൻസ്, അതായത് ഒരു ലീഡറിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കോൺഫിഡൻസ് ഉണ്ടാക്കുക. അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ്സിൽ ഒരു ബെറ്റർ കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കുക. അത് ഡയറക്ഷനിലൂടെ ഗൈഡൻസ് അഡ്വൈസ് കൊടുത്തിട്ട് അവരെ കോൺഫിഡൻസ് ആക്കി കൊടുക്കുക. ഇൻ ദം വേ ഹീസ് എപ്റ്റും ബെസ്റ്റ് റിസൾട്ട് ത്രൂ ദ എംപ്ലോയീസ്. അതിലൂടെ ഉണ്ടാവുന്നത് അദ്ദേഹത്തിൻ്റെ എംപ്ലോയീസിന് നല്ലൊരു റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതാണ് ക്രിയേറ്റിംഗ് കോൺഫിഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Promoting the spirit of coordination. A good leader is able to coordinate the different group of effectively to achieve desired goal. He can promote the spirit of coordination among employees. അതായത് ഒരു സ്പിരിറ്റ് ഓഫ് ഗുഡ് ലീഡർ എന്ന് പറയുന്നത് കോർഡിനേറ്റ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റി ടു, അതായത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഡിഫറെൻറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, അതിൽ ഓരോ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സും ഉണ്ടാവും. അവരെന്താണ് കോർഡിനേറ്റ് ചെയ്തു അവരെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്താൽ ഉണ്ടാവുന്നത് സ്പിരിറ്റ് ഓഫ് കോർഡിനേഷൻ. അവർ തമ്മിലൊരു കോർഡിനേഷൻ ഉണ്ടാക്കുക, അതായത് തമ്മിൽ തല്ലിക്കാണ്ട് അവരെയൊക്കെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചിട്ടും അല്ലെങ്കിൽ ട്രെയിൻ ചെയ്തിട്ടും അവരുടെ കോൺഫിഡൻസ് കൂട്ടിയിട്ട് അവരായിട്ട് മിങ്കിൾ ചെയ്തിട്ടൊക്കെ അവർക്കൊരു ഉണ്ടാക്കുന്നത് കോർഡിനേഷൻ ഉണ്ടാക്കുക. ബിൽഡ് മൊറൈൽ. ഗുഡ് ലീഡർ ക്യാൻ റേസ് മൊറൈൽ ഓഫ് എംപ്ലോയി. ഹൈ മൊറൈൽ ലീഡ്സ് ടു ഹൈ പ്രൊഡക്ടിവിറ്റി. അവരുടെ കഴിവ് കാര്യങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കുക. ഗുഡ് ലീഡർ ക്യാൻ റേസ് മൊറൈൽ ഓഫ് എംപ്ലോയീസ്. അവരുടെ കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യാം. ഹൈ മൊറൈലാകുമ്പോൾ ഹൈ പ്രൊഡക്ടിവിറ്റിയാണ് ഉണ്ടാവുക. അപ്പോൾ എൻ്റെ ഓർഗനൈസേഷൻ സ്റ്റെബിലിറ്റീസ്. ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് പറഞ്ഞത് തന്നെയാണ്. അതായത് ഗുഡ് ലീഡർ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ എഫക്റ്റീവ്ലി ഫ്രൂട്ട്ഫുൾ എൻഗേജ് ഇൻ ദ വർക്ക് ഫ്ലോവർലെസ് സബഡേ. ഈ ഡയറക്റ്റ് എംപ്ലോയി റൈറ്റ് ടുവേർഡ്സ് ദ അക്കംപ്ലിഷ്മെന്റ് ഓർഗനൈസേഷൻ. ഗ്രൂപ്പ് കനോട്ട് വർക്ക് വിത്തൗട്ട് എഫിഷ്യൻറ്റ് ലീഡർഷിപ്പ്. അതായത് ഗ്രൂപ്പ് എന്ത് ആക്ടിവിറ്റീസ് ആണെങ്കിലും അവിടുത്തെ ഏത് ആക്ടിവിറ്റീസ് ആണെങ്കിലും ഒരു ലീഡറിനെ സംബന്ധിച്ചോളം ആ ഓർഗനൈസേഷൻ ഏത് ഇതാണെങ്കിലും അത് കറക്റ്റായിട്ട് അവരെ ഒരു ലീഡറിൻ്റെ ഉത്തരവാദിത്തമാണ് അവരെ കൊണ്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുക. അതേപോലെ അവരെ ഫുള്ളി അതിൽ എൻഗേജ് ചെയ്യിപ്പിക്കേണ്ട ഉത്തരവാദിത്തം. ഒരു നല്ലൊരു ലീഡർ ആണെങ്കിൽ മാത്രമാണ് ഇത് സക്സസ് ആവുള്ളൂ. അല്ലെങ്കിൽ ഒരു വർക്ക് എന്ന് പറഞ്ഞത്
എഫിഷ്യൻ്റായിട്ട് ഉള്ള ലീഡേഴ്സാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, അത് ബിക്കം വെരി ഫെയിലിയർ ആവുകയാണ് ചെയ്യുക. അപ്പോൾ ഗ്രൂപ്പിംഗ് ആക്ടിവിറ്റി നല്ല രീതിയിൽ അവരെ കൊണ്ട് ഡയറക്റ്റ് ചെയ്യിപ്പിക്കണം, അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചാലാണ് എന്തെന്നാണ് അത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ലീഡറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അവരെ മര്യാദയ്ക്ക് പണിയെടുപ്പിക്കേണ്ട രീതിയിൽ. അല്ലെങ്കിൽ എന്താണ്, ഗ്രൂപ്പ് കനോട്ട് വർക്ക് വിത്തൗട്ട് എഫിഷ്യൻറ്റ് ലീഡർഷിപ്പ്. ആ ഗ്രൂപ്പ് നല്ല രീതിയിലായിട്ട് വർക്ക് ചെയ്യില്ല. ഒരു നല്ല ലീഡറിനെ കിട്ടിയില്ലെങ്കിൽ നല്ല രീതിയിലായിട്ട് അത് വർക്ക് ചെയ്യില്ല. ഡെവലപ്പ് ഗുഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്, അതായത് ആൻ എഫിഷ്യൻറ്റ് ലീഡർഷിപ്പ് ഡെവലപ്പ് എ ഗുഡ് ഹി പ്രൊമോട്ട് സെൽഫ് കോൺഫിഡൻസ്, ക്രിയേറ്റ് എ ഗുഡ് റിലേഷൻ വിത്ത് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ഓഫ് ഓർഗനൈസേഷൻ. പറഞ്ഞത് തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് അറിയാം, എന്നാലും നമുക്ക് ക്ലാസ് ഉണ്ടല്ലോ. അതായത് ഡെവലപ്പ് ചെയ്യുക ഗുഡ് റിലേഷൻഷിപ്പ്, അതായത് ലീഡേഴ്സിന് എഫിഷ്യൻറ്റ് ലീഡർ ഡെവലപ്പ് ഗുഡ് ഹ്യൂമൻ റിലേഷൻ. ഒരു നല്ല ലീഡറിനെ സംബന്ധിച്ചോളം നല്ലൊരു ഹ്യൂമൻ റിലേഷൻഷിപ്പ്, നല്ലൊരു മറ്റു കാര്യങ്ങൾ ഉണ്ടാവും. ഈ പ്രൊമോട്ട് സെൽഫ് കോൺഫിഡൻസ്, അവർക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ്, അതായത് സ്വന്തമായിട്ടുള്ള ഒരു കഴിവ് ഉണ്ടാക്കി കൊടുക്കാൻ ആരെക്കൊണ്ട് ഒരു നല്ല ലീഡറിനെ സംബന്ധിച്ചോളം അങ്ങനെ എന്താണ്ടാവുക, നല്ല ഇതുണ്ടാകുമ്പോൾ പ്രൊഡക്ടിവിറ്റിയും എല്ലാം കൂടുകയും ചെയ്യുക, അത് ഒരു സക്സസ്ഫുൾ ആവുകയാണ് ചെയ്യുന്നത്. ഫുൾഫിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്, ആൻഡ് ഓർഗൻ ആൻഡ് ഫുൾഫിൽ സോഷ്യൽ ടുവേർഡ്സ് ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി, കൺസ്യൂമേഴ്സ്, വർക്കേഴ്സ്. അതായത് സമൂഹത്തിനോടുള്ള കടമയും എന്തെന്നാണത് അവർക്ക് ചെയ്യാൻ പറ്റും. അതൊരു ഡൈനാമിക് പേഴ്സൺ, മറ്റുള്ളവർ, അതായത് സൊസൈറ്റീനെയും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതല്ലേ, എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ടാവുമല്ലോ, ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് മാത്രമല്ലല്ലോ ഒരു ഓർഗനൈസേഷൻ. ആ കാര്യം എന്താണ്, അവരോടും എന്താ പറയുക, നല്ലൊരു ലീഡറാണെങ്കിൽ അവരോടും നീതിപൂർവ്വമായിട്ടായിരിക്കും ഇരിക്കുക. അതായത് ഓർഗനൈസ് ക്യാൻ ഫുൾഫിൽ ദ സോഷ്യൽ റെസ്പോൺസ് ടുവേർഡ് ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. പല സെക്ഷൻ, ഒന്നെങ്കിൽ കൺസ്യൂമേഴ്സിനോട് നീതി പുലർത്തി നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് കൊടുത്തിട്ട്, പല അവിടുത്തെ വർക്കേഴ്സിന്, അതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് നല്ല രീതിയിലുള്ള എന്താണ് റിട്ടേൺ കൊടുത്തിട്ട് ഒക്കെ, അതായത് സമൂഹത്തിനോടും അദ്ദേഹത്തിന് നല്ലൊരു ലീഡറാണ്, അദ്ദേഹത്തിൻ്റെ കടമ അവർ ചെയ്യുകയാണ്. അങ്ങനെയാണ് അത് ഒരു ഡൈനാമിക് ലീഡർഷിപ്പാണ്. എന്നാണ് നമ്മൾ പറഞ്ഞു, എന്താണ് ഒരു ഗുഡ് പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമാണ് എന്തെന്നാണ് സൊസൈറ്റീനെയും ട്രീറ്റ് ചെയ്യുന്നത് നല്ല രീതിക്ക്. അപ്പോൾ ഇതൊക്കെയാണ് എന്തെന്നാണ് ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. താങ്ക് യു.